എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ടോപ്പോളജിക്കൽ സോർട്ട് എന്ന് പറഞ്ഞ ഒരു അൽഗോരിതം ആയിരിക്കും പഠിക്കുക. ഈ അൽഗോരിതം നമ്മൾ ഒരു ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫിലായിരിക്കും അപ്ലൈ ചെയ്യുക. ഗ്രാഫിലെ എഡ്ജസിന് ഡയറക്ഷൻ ഉണ്ടാവും, ആ ഗ്രാഫിൽ സൈക്കിള് ഉണ്ടാവില്ല. ടോപ്പോളജിക്കൽ സോർട്ട് എന്ന് പറഞ്ഞാൽ ലീനിയർ ഓർഡറിംഗ് ഓഫ് വെർട്ടിസസ് സച്ച് ദാറ്റ് ഫോർ എവറി ഡയറക്റ്റഡ് എഡ്ജ് യു ടു വി യു കംസ് ബിഫോർ വി ഇൻ ദാറ്റ് ഓർഡറിംഗ്. ഒരു എക്സാമ്പിളിലൂടെ ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു തരാം. ഈ ഗ്രാഫ് നിങ്ങൾ നോക്കുക. ഈ ഗ്രാഫിൽ സൈക്കിളില്ല, പിന്നെ എഡ്ജസിന് ഡയറക്ഷൻ ഉണ്ട്. അതുകൊണ്ട് ഇതൊരു ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫാണ്. ഈ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫിൻ്റെ ടോപ്പോളജിക്കൽ സോർട്ട് ഞാൻ എഴുതാണ്. 5 4 2 3 1 0. ഇതാണ് ഈ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫിൻ്റെ ഒരു ടോപ്പോളജിക്കൽ സോർട്ട്. നമുക്ക് ഈ ഗ്രാഫിലുള്ള ഏതെങ്കിലും ഒരു എഡ്ജ് എടുത്ത് നോക്കാം. 4 2 0 എന്ന് പറഞ്ഞ് ഈ എഡ്ജ് എടുക്കാം. അന്നേരം നമ്മൾ ഈ അറേഞ്ച്മെൻറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 4 0യ്ക്ക് മുമ്പാണ് എത്തിയിരിക്കുന്നത്. അതുപോലെ ഈ ഗ്രാഫിലെ ഏത് എഡ്ജ് എടുത്താലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും. 5 2-ലോട്ടൊരു എഡ്ജ് ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5 ആണ് 2-ന് തൊട്ട് മുമ്പായിട്ട് ടോപ്പോളജിക്കൽ സോർട്ടിൽ വരുന്നത്. അതാണ് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് എ ലീനിയർ ഓർഡറിംഗ് ഓഫ് വെർട്ടിസസ് സച്ച് ദാറ്റ് ഫോർ എവറി ഡയറക്റ്റഡ് എഡ്ജ് യു ടു വി യു കംസ് ബിഫോർ വി ഇൻ ദാറ്റ് ഓർഡറിംഗ്. ഇതിലെ ഏതൊരു ഡയറക്റ്റഡ് എഡ്ജ് എടുത്ത് നോക്കിയാലും ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും. യു ടു വി ആണ് എഡ്ജെങ്കിൽ യു വിക്ക് പിന്നിൽ നമ്മുടെ ടോപ്പോളജിക്കൽ സോർട്ടിൽ വരും. ഒരു ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫിന് മൾട്ടിപ്പിൾ ടോപ്പോളജിക്കൽ സോർട്ട്സ് പോസിബിൾ ആണ്. ഈ ഒരു ഗ്രാഫിൻ്റെ മറ്റൊരു ടോപ്പോളജിക്കൽ സോർട്ടാണ് ഇത്. ഈ അറേഞ്ച്മെൻറ്റ് നോക്കിയാലും ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും. ഏതൊരു എഡ്ജ് എടുത്ത് നോക്കിയാലും ആ എഡ്ജ് യു ടു വി ആണെങ്കിൽ യു വിക്ക് പിന്നിൽ വരും ഈ ഓർഡറിങ്ങിൽ. നമുക്ക് ഒരു ഗ്രാഫിൻ്റെ ടോപ്പോളജിക്കൽ സോർട്ട് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്ന് നോക്കാം. ഈ ഗ്രാഫിൽ ഇൻഡിഗ്രി 0 വരുന്ന നോട്ട്സ് ഏതൊക്കെയാണ്? ഇൻഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു വെർട്ടെക്സിലോട്ട് എത്ര എഡ്ജസ് വരുന്നുണ്ട് എന്നതാണ് ആ നോഡിൻ്റെ ഇൻഡിഗ്രി. ഇതിൽ ഇൻഡിഗ്രി 0 വരുന്ന രണ്ട് നോഡ്സ് 5ഉം 4ഉം ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു നോഡ് എടുക്കുക. ഞാൻ ഈ 5 എന്ന് പറഞ്ഞാൽ ഈ നോഡിനെ എടുക്കുകയാണ്. അന്നേരം ടോപ്പോളജിക്കൽ സോർട്ടിലോട്ട് 5നെ ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് 5ൽ നിന്ന് പുറത്തോട്ട് പോകുന്ന എഡ്ജസും റിമൂവ് ചെയ്യുക. ഇപ്പം ടോപ്പോളജിക്കൽ സോർട്ട് ഓർഡറിങ്ങിൽ നമുക്ക് 5 ഉണ്ട്. ഇനി നമ്മൾ വീണ്ടും ഇൻഡിഗ്രി 0 വരുന്ന നോട്ട്സ് നോക്കുകയാണ്. ഏതൊക്കെയാ? 2ഉം 4ഉം. ഈ രണ്ട് നോട്ട്സിൻ്റെയും ഇൻഡിഗ്രി 0 ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു നോഡ് എടുക്കുക. 4 എടുക്കാം. 4നെ ടോപ്പോളജിക്കൽ സോർട്ടിലോട്ട് ആഡ് ചെയ്യുക. പിന്നെ 4നെയും അതിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന എഡ്ജസിനെയും ഈ ഗ്രാഫിൽ നിന്ന് റിമൂവ് ചെയ്യുക. ഇപ്പം ഇൻഡിഗ്രി 0 വരുന്ന നോട്ട്സ് ഏതൊക്കെയാ? 2 0. ഞാൻ 2നെ എടുക്കുകയാണ്. അതിനെ ടോപ്പോളജിക്കൽ സോർട്ടിലോട്ട് ആഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് 2നെയും അതിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന എഡ്ജസിനെ റിമൂവ് ചെയ്യുന്നു. ഇപ്പം ഇൻഡിഗ്രി 0 വരുന്ന നോട്ട്സ് ഏതൊക്കെയാണ്? 0യും 3യും. ഇതിൽ ഏതെങ്കിലും ഒരു നോഡിനെ എടുക്കുക. ഞാൻ 3 എന്ന് പറഞ്ഞ ആ നോഡിനെ എടുക്കുകയാണ്. 3യെയും അതിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന എഡ്ജിനെയും റിമൂവ് ചെയ്തു. ഇപ്പം ഇൻഡിഗ്രി 0 വരുന്ന നോട്ട്സ് ഏതൊക്കെയാണ്? 1ഉം 0യും. ഞാൻ 1നെ എടുക്കുകയാണ്. ഇനി ഇൻഡിഗ്രി 0 വരുന്ന നോഡ് ഏതാണ്? 0. അങ്ങനെ നമുക്ക് ആ ഗ്രാഫിൻ്റെ ഒരു ടോപ്പോളജിക്കൽ
സോർട്ട് ആയിട്ട് നമുക്ക് 5 4 2 3 1 0 എന്ന് പറഞ്ഞ ഈ അറേഞ്ച്മെൻറ്റ് കിട്ടി. ഇതിനെ എങ്ങനെ കോഡാക്കാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ BFS ഉപയോഗിച്ചിട്ടായിരിക്കും ടോപ്പോളജിക്കൽ സോർട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുക. നമ്മൾ ആദ്യം ഈ ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫിലുള്ള ഓരോ നോഡിൻ്റെയും ഇൻഡിഗ്രി ഫൈൻഡ് ഔട്ട് ചെയ്യും. 0യുടെ ഇൻഡിഗ്രി എത്രയാണ്? എത്ര എഡ്ജസ് 0യിലോട്ട് വരുന്നുണ്ട്? 2. പിന്നെ 1ൻ്റെ ഇൻഡിഗ്രി എത്രയാണ്? 2. പിന്നെ 2ൻ്റെ ഇൻഡിഗ്രി എത്രയാണ്? 1. 3യുടെ ഇൻഡിഗ്രി എത്രയാണ്? 1. 4ൻ്റെ ഇൻഡിഗ്രി എത്രയാണ്? 0. 5ൻ്റെ ഇൻഡിഗ്രി എത്രയാണ്? 0. ഇനി നമ്മൾ ചെയ്യുക, ഇൻഡിഗ്രി 0 ഉള്ള എലമെൻസിനെയല്ല ഒരു ക്യൂവിലോട്ട് ആഡ് ചെയ്യും. ഇവിടെ ഏതൊക്കെ എലമെൻസിനാണ് ഇൻഡിഗ്രി 0 ഉള്ളത്? 5ഉം 4ഉം. ഈ എലമെൻസിനെ നമ്മളൊരു ക്യൂവിലോട്ട് ആഡ് ചെയ്തു. ഇനി നമ്മൾ 5നെ ഈ ക്യൂവിൽ നിന്ന് പോപ്പ് ചെയ്യും. എന്നിട്ട് 5യെ നമ്മൾ ഫസ്റ്റ് പ്രിൻ്റ് ചെയ്യും. ഇനി 5ൻ്റെ നൈബേഴ്സ് എടുക്കും. 5ൻ്റെ നൈബേഴ്സ് ആരൊക്കെയാണ്? 2ഉം 0യും. നമ്മൾ ആ എഡ്ജസ് റിമൂവ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്യും. റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇൻഡിഗ്രി കുറയ്ക്കുക എന്നാണ്. ഇൻഡിഗ്രി ഓഫ് 2ഉം ഇൻഡിഗ്രി ഓഫ് 0യും നമ്മൾ കുറയ്ക്കും. ഇൻഡിഗ്രി ഓഫ് 2 നമ്മൾ കുറച്ചു. കുറയ്ക്കാന്ന് പറഞ്ഞാൽ ഈ എഡ്ജിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന ഇമാജിൻ ചെയ്യാണ്. ഇൻഡിഗ്രി കുറച്ചു, 0 ആയി. ഇൻഡിഗ്രി ഇവിടെ 0 ആയതുകൊണ്ട് നമ്മൾ ക്യൂവിലോട്ട് 2നെ വെക്കും. പിന്നെ 0യുടെ ഇൻഡിഗ്രിയും നമ്മൾ കുറയ്ക്കും. ഇനി നമ്മൾ എന്താ ചെയ്യുക? 4നെ ക്യൂവിൽ നിന്ന് പുറത്തോട്ട് എടുക്കും. 4നെ ഇപ്പം ടോപ്പോളജിക്കൽ സോർട്ടിൽ നമ്മൾ പ്രിൻ്റ് ചെയ്തു. ഇനി 4ൻ്റെ നൈബേഴ്സ് എടുക്കും. എന്നിട്ട് അതിൻ്റെ ഇൻഡിഗ്രി 1/1 ആയിട്ട് കുറയ്ക്കും. 4ൻ്റെ 2 നൈബേഴ്സ് ഉള്ള 0യും 1ഉം ഓരോന്നിൻ്റെയും ഇൻഡിഗ്രി നമ്മൾ കുറയ്ക്കാൻ പോവുകയാണ്. ആദ്യം 0യുടെ ഇൻഡിഗ്രി കുറച്ചു. അത് 0 ആയി. 0 ആകുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ക്യൂവിലോട്ട് 0നെ ആഡ് ചെയ്യണം. ഇനി 1ൻ്റെ ഇൻഡിഗ്രി നമ്മൾ കുറയ്ക്കുകയാണ്. അതിപ്പം 1 ആയി. ഇനി നമ്മൾ എന്താ ചെയ്യുക? 2നെ ക്യൂവിൽ നിന്ന് പോപ്പ് ചെയ്യും. ൻ്റെ നൈബേഴ്സ് ആരാണ്? 3 ആണ്. അന്നേരം 3യുടെ ഇൻഡിഗ്രി നമ്മൾ കുറയ്ക്കും. അത് 0 ആയി. 0 ആകുമ്പം നമ്മൾ എന്താ ചെയ്യുക? ക്യൂവിലോട്ട് ആ എലമെൻറ്റിനെ ആഡ് ചെയ്യും. ഇനി നമ്മൾ 0നെ ഈ ക്യൂവിൽ നിന്ന് റിമൂവ് ചെയ്യും. 0യുടെ നൈബേഴ്സ് ആരുമില്ല. ഇനി നമ്മൾ 3നെ ക്യൂവിൽ നിന്ന് റിമൂവ് ചെയ്യും. 3യുടെ നൈബർ ആരാണ്? 1 ആണ്. 1ൻ്റെ ഇൻഡിഗ്രി നമ്മൾ കുറയ്ക്കും. 1ൻ്റെ ഇൻഡിഗ്രി ഇപ്പം 0 ആയി. 0 ആയതുകൊണ്ട് 1നെ നമ്മൾ ക്യൂവിലോട്ട് വെക്കും. ഇനി നമ്മൾ 1നെ ക്യൂവിൽ നിന്ന് പോപ്പ് ചെയ്യും. 1നെയും നമ്മൾ ടോപ്പോളജിക്കൽ സോർട്ടിലോട്ട് ആഡ് ചെയ്തു. ഇപ്പം ക്യൂ എംപ്റ്റി ആയി. നമ്മൾ എല്ലാ എലമെൻസിനെയും ഇപ്പം ടോപ്പോളജിക്കൽ സോർട്ടിൽ പ്രിൻ്റ് ചെയ്തു. ഇതിൻ്റെ കോഡ് നമുക്ക് നോക്കാം. ഡെഫ് ടോപ്പോളജിക്കൽ സോർട്ട് എൻ ഗ്രാഫ്. ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻസി ലിസ്റ്റ് ആണ്. ഇൻഡിഗ്രി ഈക്വൽ ടു 0 ഇൻറ്റു n. For I in range 0 to n, for neighbor in graph of I, degree of neighbor plus equal to 1. ഗ്രാഫിലെ എല്ലാ വെർട്ടിസസിൻ്റെയും ഇൻഡിഗ്രി നമ്മൾ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തു. Q equal to dq. For I in range 0 to n, if degree of I equal to 0, Q dot append I.
ക്യൂയിലോട്ട് ഇൻ ഡിഗ്രി 0 വരുന്ന വെർട്ടെക്സുകളെ നമ്മൾ ആഡ് ചെയ്തു. ടോപ്പ് ഓർഡർ ഈക്വൽ ടു എം ഡി ലിസ്റ്റ്, വൈൽ ലെങ്ത് ഓഫ് ക്യൂ നോട്ട് ഈക്വൽ ടു 0, വെർട്ടെക്സ് ഈക്വൽ ടു ക്യൂ ഡോട്ട് പോപ്പ് ലെഫ്റ്റ്. ടോപ്പ് ഓർഡർ ഡോട്ട് അപ്പൻഡ് വെർട്ടെക്സ്. നമ്മൾ ക്യൂയിൽ നിന്ന് ഒരു വെർട്ടെക്സിനെ ഫ്രണ്ടിൽ നിന്ന് റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞ് ടോപ്പ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഈ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തു. ഫോർ നൈബർ ഇൻ ഗ്രാഫ് ഓഫ് വെർട്ടെക്സ്, ഇൻ ഡിഗ്രി ഓഫ് നൈബർ മൈനസ് ഈക്വൽ ടു 1. വെർട്ടെക്സിൻ്റെ നൈബറിൻ്റെ ഇൻ ഡിഗ്രി നമ്മൾ കുറച്ചു. ഇഫ് ഇൻ ഡിഗ്രി ഓഫ് നൈബർ ഈക്വൽ ടു 0, ക്യൂ ഡോട്ട് അപ്പൻഡ് നൈബർ. നമ്മൾ ഇൻ ഡിഗ്രി 0 വരുന്ന നൈബറിനെ ഒരു ക്യൂയിലോട്ട് അപ്പൻഡ് ചെയ്തു. റിട്ടേൺ ടോപ്പ് ഓർഡർ. നമ്മൾ അറ്റ് ദ എൻഡിൽ ടോപ്പോളജിക്കൽ സോർട്ട് റിട്ടേൺ ചെയ്തു.